ശ്രീ സി കെ ശശീന്ദ്രൻ, ഇതിനെ CPM എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പല പേരുകൾ പല നാടുകൾക്ക് ക്ഷമിക്കണം പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് ഒരു ഗണപതി വിവാദം വരുന്നത്. ഗണപതി വട്ടം എന്ന പേര് ബത്തേരിക്ക് ഉണ്ടാവണം, അത് പഴയ പേരായിരുന്നു, ആ പേര് പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്നത് എന്തിനായിരിക്കുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒന്ന്, ഈ ചരിത്രങ്ങളെ നിഷേധിക്കുകയും ചരിത്രങ്ങളെ തള്ളിപ്പറയലും സംഘപരിവാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ്. വയനാട്ടിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. സുരേന്ദ്രൻ വേണ്ടത്ര ചിത്രത്തിലില്ല. അപ്പോൾ തൻ്റെ ശ്രദ്ധ അപശബ്ദം പുറപ്പെടുവിച്ചിട്ടാണെങ്കിലും രംഗത്ത് കൊണ്ടുവരണം എന്ന രീതിയിലേക്ക് അനാവശ്യമായ, ഒരിക്കലും യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാതെ, ഇവിടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണെന്ന്. ഗണപതി വട്ടം എന്നുള്ള പേര് ഒരിക്കലും ബത്തേരിക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആദ്യത്തെ പേര് ഹൊനറിഡു വീതി എന്ന് നിങ്ങൾ പറയുന്നത് പോലെ 14-ാം നൂറ്റാണ്ടിൽ ജൈനമതക്കാർ അവിടേക്ക് വന്നപ്പോൾ ഹൊനറു എന്ന് പറഞ്ഞാൽ 1, ഇരഡു എന്ന് പറഞ്ഞാൽ 2, അവരിട്ട ഒരു പേരായിരുന്നു. ആ പേര് മാറ്റി പിന്നീട് കിടങ്ങനാട് എന്ന വിശാലമായ ഒരു പ്രദേശമായിരുന്നു അത്. കിടങ്ങനാട് എന്നല്ലേക്ക് അതെല്ലാം ചരിത്രത്തിലുണ്ട്. കിടങ്ങനാട് എന്ന വിശാലമായി, അതുമാണ് സുൽത്താൻ ബത്തേരിൻ്റെ ചരിത്രത്തിലുള്ളത്. ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടെന്നുള്ളത് കൊണ്ട് അത് ഔദ്യോഗിക രേഖയായിട്ടും കേരള സർക്കാരിൻ്റെ രേഖയായിട്ടൊന്നും അംഗീകരിക്കേണ്ട, ചരിത്രരേഖകൾ മറ്റു വലുതുമാണ്. ആ ചരിത്രരേഖ അതിൻ്റെ ഒരു പരാമർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ യാഥാർത്ഥ്യത്തെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കഴിയാത്തതുകൊണ്ട് ഉത്തരം മുട്ടിയാൽ അട്ടഹാസം എന്ന രീതിയിൽ വലിയ പ്രകോപനമല്ലേ ഇവിടെ ഉണ്ടാക്കിയത്. ജനാധിപത്യ മര്യാദയില്ലാതെ എന്തൊരു പ്രകോപനമാണ് സന്ദീപ് വാര്യർ ഉണ്ടാക്കി കഴിഞ്ഞത്. പിന്നെ ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ നാവിലേക്ക് CPM തള്ളിക്ക്. CPMനൊക്കെ CPMൻ്റെ നല്ല അജണ്ടയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. സംഘപരിവാർ വർഗീയ ചേരിതിരി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കാ സംശയമുള്ളത്? സന്ദീപ് വാര്യർക്ക് സംശയം ഉണ്ടാവില്ല. അദ്ദേഹം അതിൻ്റെ വക്താവാണ്, അതിൻ്റെ പ്രയോക്താവാണ്, അതെങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. സുരേന്ദ്രൻ തികച്ചും തെറ്റായ, നേരത്തെ KG മാരാർ, പരേതനായ KG മാരാർ, അത് BJPയുടെ നേതാവായ സമയത്ത് സുൽത്താൻ ബത്തേരിയിലെ പൊതുയോഗത്തിൽ ഒരിക്കലും ഈ പ്രസംഗം നടത്തിയിരുന്നു. അന്ന് EMS ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. EMS കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ ഗണപതി വട്ടം എന്നുള്ള പേര് മാറ്റണമെങ്കിൽ ഇനി അറബിക്കടലിൻ്റെ പേരിൽ ഗണപതി കടൽ എന്നാക്കുമോ കൂട്ടർ എന്ന് പറഞ്ഞപ്പം ആ ചർച്ച അവസാനിച്ചതാണ്. അനാവശ്യമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാടിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. സുരേന്ദ്രനെ വനനിയമം വന ഭേദഗതി ചെയ്യുമെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല, അതിന് നാവ് പൊങ്ങുന്നില്ലല്ലോ. ഇവിടെ ആവശ്യമായിട്ട് സുൽത്താൻ ബത്തേരിക്ക് വളരെ മനോഹരമായ, ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന, നാട് അംഗീകരിക്കുന്ന ശുചിത്വത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല മുനിസിപ്പാലിറ്റി എന്നുള്ള അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ള അവിടുത്തെ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച്, ക്രൈസ്തവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആദിവാസികളും ഹിന്ദുക്കളും ജൈനമതക്കാരും എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു നാടാണ് സുൽത്താൻ ബത്തേരി. അവിടെ അനാവശ്യമായൊരു വിവാദം എന്തിനാണ് കുത്തിപ്പോക്കുന്നത്? ഗണപതി ക്ഷേത്രത്തിന് മുമ്പ് വന്നതാണ് ജൈനക്ഷേത്രം. എന്നാൽ പിന്നെ ജൈനക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ല ആലോചിക്കേണ്ടത്. ഇതെല്ലാം തെറ്റായ വാചകങ്ങളാണ്. സന്ദീപ് വാര്യർ പറയുന്ന യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു കുലബന്ധമില്ലാത്തതാണ്. സംഘപരിവാറിൻ്റെ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന തെറ്റായ അജണ്ട, തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ മാറ്റിക്കളയാം എന്ന ധാരണയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചൂണ്ടയിലൊന്നും കൊത്താൻ വയനാട്ടിലെ ജനങ്ങൾ പോകുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ പോകുന്നില്ല. തൽക്കാലം തർക്കം ഉണ്ടാക്കി, തൽക്കാലം വലിയ ഭാവിയിലേക്ക്, തെരഞ്ഞെടുപ്പിൽ ഏതായാലും ജയിക്കാൻ പോകുന്നില്ലല്ലോ, എന്നാൽ ഭാവിയിലേക്ക് ഒരു വിഷവിത്ത് എന്ന രീതിയിൽ പാകിയിട്ട് പോയി കളയാമെന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും വയനാട്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നത് ഒരിക്കലും ശരിയല്ല. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളോട് കാണാൻ വേണ്ടി കഴിയണം. ഇത് തികച്ചും തെറ്റാണ്. ജനകീയ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. സുൽത്താൻ ബത്തേരിക്കകത്ത് ഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന വളരെ പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചുറ്റുവട്ടം എന്ന നിലക്ക് ആ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിശ്വാസികളുടെയും ഒക്കെ ഇതാണത്. അതിനെ മതനിരപേക്ഷതയിൽ ജീവിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന പ്രദേശത്ത് ആ രീതിയിലുള്ള വാദഗതികളെല്ലാം ഉന്നയിച്ച് അനാവശ്യമായ രീതിയിലുള്ള ഒരു വിവാദം, സ്പർദ്ധ ഒക്കെ ഉണ്ടാക്കുന്നത് സംഘപരിവാറിന്റെ സ്ഥിര അജണ്ടയാണല്ലോ. ആ അജണ്ടയിൽ കേരളം വീടും വിചാരിക്കേണ്ട. സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ള ഇന്ത്യയിൽ ശാഖയുള്ള സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ അവർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പുതിയ വാദഗതികൾ ഉന്നയിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനുമുള്ള വിഫല ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര അട്ടഹസിച്ചാലും CPMൻ്റെ ആളാണെന്ന് കൊണ്ട് ആരെങ്കിലുമൊക്കെ സത്യം പറയുന്നവരെയൊക്കെ വിളിച്ചു കൂപ്പിയാലും അതൊന്നും ഈ കേരളത്തിന് വേണ്ടി വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. പരീക്ഷണം തെറ്റായിരിക്കും. ആ പരീക്ഷണത്തിൽ അവർ അമ്പേ പരാജയപ്പെടും.